പരിചയപ്പെട്ടാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതെങ്ങനെ ചെറുക്കന്റെ അച്ഛനെ ഈ പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പെണ്ണിന്റെ അച്ഛന്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ചത്? ഈശ്വര, അങ്ങേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പപ്പടവും പഴവും ഒക്കെ പാഴായി പോവോ? ഒരിക്കലും ഇല്ല. ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ച 16-ന്റെ അന്ന് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാന്നേ. ബൈ ദ ബൈ, നമ്മൾ പരിചയപ്പെട്ടില്ല. എന്റെ പേര് ഉരുക്കു ശിവു. ഫാമിലി അടിച്ചു പറത്തുന്ന ടീമാ. ഞങ്ങള് മോശമൊന്നല്ല, ഞങ്ങൾ വെട്ടും കോലൊക്കെയുള്ള ഫാമിലിയാ. എന്ന് വെച്ചാ മുതലാളി വന്ന് വെട്ടും, എന്നിട്ട് കോലയും കൊണ്ടങ്ങ് പോവും. അല്ല, പേര് പറഞ്ഞില്ല. ബനാന കുടുംബത്തിലെ ഏറ്റവും ഇളയ സന്തതിയാണ് ഞാൻ, സുജി ബനാന. ഈ സജി സബാനയുടെ ആരല്ല? നന്നായി. അല്ല, ഈ സജി സബാന എന്ന് പറയുന്നതും പഴാണോ? ഏതാണ്ട്. അല്ലെങ്കിൽ ഈ കല്യാണത്തിനൊരു അടി ഞാൻ പ്രതീക്ഷിച്ചതാ. അതെങ്ങനെ? ഇവളുണ്ടാക്കിയ സാമ്പാറിൽ തക്കാളി ഇട്ടിട്ടുണ്ട്. അതിനെന്താ? ചെറുക്കന് കാർ വാങ്ങി കൊടുക്കാൻ വെച്ചിരുന്ന പൈസ എടുത്തല്ലേ അവർ തക്കാളി വാങ്ങിയത്. ഓ, അതല്ലേ ആ തക്കാളിക്ക് ഇത്ര അഹങ്കാരം. പക്ഷെ നാരങ്ങ എന്തിനാ ഇത്രക്ക് ജാട കാണിക്കുന്നേന്നാ എനിക്ക് മനസ്സിലാകാത്തെ. അവൾ അഗ്രഹാരത്തിന്നൊക്കെ വരുന്നതാ. ഓ, തറവാട് നാലുകെട്ടൊണ്ടോ? അഗ്രഹാരം ഈ ഹാരത്തിന്റെ അഗ്രത്ത് കെട്ടിത്തൂക്കിയിട്ടേക്ക് കണ്ടിട്ടില്ലേ? ആ നാരങ്ങയാ. അത് പോട്ടെ, നീ രാവിലെ പെണ്ണിന്റെ അമ്മാവന്റെ ഉടുമുണ്ട് കത്തിച്ചെന്ന് കേട്ടു. മണ്ഡപത്തിലിരുന്ന പഴം ആരും കാണാതെ അടിച്ചു മാറ്റി ഉടുമുണ്ടിൽ ഒളിപ്പിച്ച പിന്നെ കത്താതെ അതെങ്ങനാ കത്തുന്നേ? ഈ ചന്ദനത്തിൽ കത്തിച്ച് കുത്തി വെക്കുന്നത് ഞങ്ങളുടെ കൊള്ളക്കല്ലേ? കത്തിത്തീരു മുമ്പ് ആ മണ്ടിലെടുത്ത് മുണ്ടിന്റെ അകത്തിട്ടതിന് ഞാനെന്തോ ചെയ്യാനാ? അത് ശരിയാ. നിനക്കറിയോ, എന്റെ അച്ഛനൊരു വാഴയാ. സ്വന്തം അച്ഛൻ വാഴയാന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു മോൻ. നിന്നെ പോലെ താഴ്ത്തിട്ടല്ല തല വെച്ച അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. ഞങ്ങള് വളർന്ന് വലുതായ ശേഷമാ അച്ഛൻ ഒരാളെ മുമ്പിൽ തല കുനിക്കുന്നത് പോലും. തല കുനിക്കോടെ ഒന്ന് അട്ടന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയല്ലേ അയാൾക്ക്. നീ ഞങ്ങൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് എന്തെല്ലാം പേരുകളുണ്ടെന്നറിയാമോ? പഴം, ചിപ്സ്, ഉപ്പേരി, കാബജി, പഴംപൊരി. നിനക്ക് ഒറ്റ പേരുള്ളൂ, പപ്പടം. പക്ഷേ ഞങ്ങളുടെ ലൈഫ് ആ ലൈഫ്. രാവിലെ പുട്ടിന്റെ കൂടെ, ഉച്ചയ്ക്ക് ഊണിന്റെ കൂടെ, അല്ലെങ്കിലോ ബിരിയാണിയുടെ കൂടെ. പക്ഷെ രാത്രി ഏതെങ്കിലും കഞ്ഞിയുടെ കൂടെ അല്ലേ നഴ്സറിക്കാര് രാത്രി കഞ്ഞിയും പപ്പടാ കഴിക്കുന്നേ. പമ്പർച്ചിരിയ ജഡ്ജസിന് പഴമായിട്ടാ കൂടുതൽ ബന്ധം. എന്ത് ബന്ധം? മഞ്ജു ചേച്ചിയുടെ മുഖം എന്നെ പോലെയാ. പഴത്തിന്റെ നിറവാണ്. അപ്പൊ സാവു ചേട്ടനോ? പഴം വിഴുങ്ങിയ ഭാവമല്ലേ? പഴം കഴിക്കാത്തതിന്റെ ഒരു ഭാവം. കാർത്തിക് സൂര്യയോ? പഴംതുണി. പഴംതുണിയോ? തോണ്ടി വരുന്ന തുണികൾ കണ്ടിട്ടില്ലേ? അതിലെവിടാ പഴം? ആ തുണിക്കത് പിന്നെ ആരാ? അതെ, സിനിമാ പാരമ്പര്യമുള്ള ആളാ ഞാൻ. എന്ത് സിനിമാ പാരമ്പര്യം? ഈ കല്യാണത്തിന് വന്നിരിക്കുന്ന സിനിമാ നടി സീമ ചേച്ചിയോടൊപ്പം പാലമുദ്ര സിനിമയിലുള്ള ആളായിട്ടും പപ്പടം വെക്കുന്ന ആളായിട്ട് അഭിനയിച്ചത് എന്നും പറഞ്ഞ അപ്പുറത്തിരിക്കുന്ന മേനക ചേച്ചിയുടെ അടുത്ത് പോകല്ലേ. പാപ്പടാണെന്ന് നോക്കത്തില്ല, നിന്നെ പിടിച്ച് മ്യൂറൽ പെയിന്റിങ് ചെയ്യും. പിന്നെ നീ പറഞ്ഞതുപോലെ സിനിമാ പാരമ്പര്യം അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പേരിൽ സിനിമാ പാട്ട് വരെ ഉണ്ട്. പഴത്തിനെ കുറിച്ച് സിനിമാ പാട്ടോ? ഏതാ പാട്ട്? പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ. ആഹാ, അങ്ങനാണെങ്കിൽ ഞങ്ങളുടെ പേര് സിനിമ പേരുണ്ട്. അത് മമ്മൂട്ടിയുടെ സിനിമ. പപ്പടത്തിന്റെ പേരിൽ മമ്മൂട്ടി സിനിമയോ? അതേത് സിനിമ? പപ്പട സ്വന്തം അപ്പൂസ്. അതെങ്ങനെ ശരിയാകും? ഇതല്ലാതെ വേറെ പേര് കണ്ടുപിടിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. നീ ആയിരിക്കുന്ന കറി കണ്ടോ? രഞ്ജി. രഞ്ജിയോ? ഇഞ്ചിയല്ലേ? ആ, രഞ്ജിന്ന് പേരുള്ളവരല്ലേ ഇഞ്ചിയാ. അവനാണല്ലോ സദ്യയുടെ മെയിൻ. അവൻ പറയുക അവനൊരാളുണ്ടെങ്കിൽ മറ്റു കറികളൊന്നും വേണ്ടെന്ന്. അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. മനുഷ്യര് പുറത്ത് അടിയും കഴിഞ്ഞ് വിശന്ന് തളർന്ന് നമ്മുടെ തന്നെ വരും. അപ്പൊ നമ്മൾ സന്തോഷത്തോടെ ഒരുമിച്ച് നിന്ന ഈ സദ്യ നമുക്ക് കെങ്കേ നോക്കാം. എന്തു പറയുന്നു? അത് പിന്നെ എന്തോ പറയാനിരിക്കുന്നു. നീ വാ.